ഹായ്, ഐ എം സ്നേഹ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ മടിയില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ നിങ്ങൾ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ മടിയുള്ളവരാണ് വെച്ചിട്ട് മടി കാരണം വീഡിയോ ഫുള്ള് കാണാണ്ടിരിക്കരുത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ മടിയുള്ളവരോടാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. എനിക്കും നല്ല മടിയാണ്. മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. എൻ്റെ സംസാരം കുറച്ച് പതുക്കെയാണ്. ഞാൻ 0.5x സംസാരിക്കണ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബോറടിക്കും. പ്രത്യേകിച്ച് മടിയുള്ളവരാണെങ്കിൽ കുറേ ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണാൻ എന്തായാലും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടാം. ഇനി അത്രയും മടിയുള്ളവരാണെങ്കിൽ 2x ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ താരം വേറെ ആരുമല്ല, മടിയാണ്. ഈ മടിയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. എനിക്കൊന്നും വയ്യ, ഞാൻ ഒന്നും ചെയ്യണമില്ല, എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല, ഞാൻ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, മടി പിടിച്ചിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്ന ഒരു കാറ്റഗറി മടിക്കാരുണ്ട്. അതല്ലാതെ എനിക്ക് എന്തൊക്കെയോ ആവണം, എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് അവിടെ എത്തണം, ഇവിടെ എത്തണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ മടിയാണ്. ലൈഫിൽ സക്സസ് ആവാൻ ആഗ്രഹമുണ്ട്, എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മടിയാണ്. മടി കാരണം ഇതൊന്നും ചെയ്യാണ്ടിരിക്കണ വേറൊരു കൂട്ടം മടിയന്മാർ. ആ കാറ്റഗറിയിലാണ് ഞാനും പെടുന്നത്. ഞാനും അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ ഞാൻ മടിയെത്തിയാണ് പറഞ്ഞല്ലോ. എൻ്റെ മടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബിലെ ഒരു വീഡിയോ ഇടുന്നത്. 2 ആഴ്ച ഞാൻ വെറുതെ കുത്തിരിക്കായിരുന്നു, ഒരു പണിയും ചെയ്യാണ്ട്. ഒരു പണി ചെയ്യാണ്ടെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യാണ്ട്. യൂട്യൂബിൽ 2 ആഴ്ച മുന്നേ വരെ നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ. പിന്നെ കുറച്ച് തിരക്കുകൾ വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അതൊന്ന് ടച്ച് വിട്ടുപോയി. ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ, നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം, 2 ആഴ്ച കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അച്ഛനും അമ്മേനെയും നന്നായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങളാണ് ഉണ്ടായിരിക്കുക. എനിക്കിപ്പോൾ 22 വയസ്സാണ്. ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതൽ തന്നെ എൻ്റെ മൈൻഡിലുണ്ട് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. 100 രൂപയ്ക്കിടക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സംഭവം മൈൻഡിലുണ്ടായിരുന്നു. ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെയും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെയായിരിക്കും? ട്രിപ്പ് പോകണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റണം. ഇതൊക്കെ നമ്മുടെ സ്വന്തം കാശിന് ചെയ്യണം. അതിനേക്കാൾ മെയിനായിട്ടുള്ള വേറൊരു സംഭവമാണ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാശിന് അപ്പം തന്നെ വാങ്ങാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാവും. ഇതിനെല്ലാത്തിനും പൈസ വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇതല്ലാണ്ട് വേറെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ സ്വപ്നം ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെയാണ് ഉണ്ടാവുക. എല്ലാത്തിനും സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, നാളെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം, അങ്ങനെ എല്ലാത്തിനും ഓരോ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടത്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. സമയമുണ്ടല്ലോ, എല്ലാത്തിനും സമയമുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നാളെ ചെയ്യാം, നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇന്നിങ്ങനെ പോയിച്ചാൽ നാളെയും അങ്ങനെ തന്നെ പോകും. ഒരാഴ്ച അങ്ങനെ കഴിയും, ഒരു മാസം കഴിയും, വർഷങ്ങൾ കഴിയും. അപ്പോഴൊക്കെ നമ്മളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്നുള്ളത് ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ 2 ആഴ്ചയുടെ വാല്യൂ എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ 2 ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആണെങ്കിലോ ചിലപ്പോൾ ക്ലിക്കായിട്ടുണ്ടാവുക. എനിക്കതിന് പറ്റിയില്ലല്ലോ. 2 ആഴ്ചയിൽ എനിക്ക് എത്ര വീഡിയോസ് ഇടായിരുന്നു, അതൊക്കെ മിസ്സായില്ലേ. നമ്മുടെ മടീനെ സ്വാധീനിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഘടകം ഇന്നത്തെ കാലത്ത് ഫോൺ തന്നെയാണ്. ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ് നമ്മുടെ മടിയുടെ മെയിനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോൺ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ അടക്കം ഫോണിലാണ് എടുക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോണിലാണ്. ഫോണില്ലാണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോൺ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിനെ ഏറ്റവും നന്നായിട്ട് ബാധിക്കാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഫോൺ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ലൈഫിനൊക്കെ ബാധിക്കുന്നുണ്ട്. റീൽസും കണ്ടിട്ട് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പലരും 2x ഇട്ടിട്ടായിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക. പതുക്കെ സാവധാനം കാണാനുള്ള ക്ഷമ പോലും ആൾക്കാർക്ക് നശിച്ചിരിക്കുകയാണ്. അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ നമ്മുടെ ഫോൺ ഉപയോഗം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ഓരോന്ന് അച്ചീവ് ചെയ്യണം, ഓരോന്ന് വാങ്ങണം, അവിടെ പോകണം, ഇവിടെ പോകണം, ട്രാവൽ ചെയ്യണം. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. കുറേ പേർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ കുറേ പേർക്ക് പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വെറുതെ ഇരുന്നിട്ടുള്ള ആർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മടി വരുമ്പോഴാണ് നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും
അത് നമുക്ക് പറ്റാണ്ടാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ചെയ്യാൻ ശ്രമിക്കാതെ മടി പിടിച്ച് കിടക്കുമ്പോൾ അതപ്പോൾ ആരുടെ തെറ്റാ? പിന്നെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ ലൈഫിനെ എനിക്കിങ്ങനെ ആയില്ലോ, അവർക്ക് അങ്ങനെ പറ്റിയില്ലോ എന്ന് പറയണതിൽ ഒരർത്ഥമില്ലല്ലോ. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നുള്ളൂ. എനിക്കിതൊക്കെ ഇഷ്ടമായ കാരണം അത് ഇത്ര കാലമായിട്ടും മടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരാളല്ല, സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ യൂട്യൂബിലോ എവിടെയോ ഫിനാൻഷ്യലിയോ ഒന്നും ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാനിപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് വേണ്ട പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പോർട്രേറ്റ്സൊക്കെ വരച്ചിട്ട് കുറച്ചൊക്കെ ചെറിയ എമൗണ്ടൊക്കെ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡ്രോയിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, മടിയുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനും സക്സസ് ആവാത്ത ഒരാളാണ്, പക്ഷേ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ യൂട്യൂബിലായാലും ഞാൻ സക്സസ് ആയിട്ടില്ല. എനിക്ക് ഇപ്പോൾ ആകെ നിലവിൽ 200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഏകദേശം 2 മാസത്തിൻ്റെ അടുത്താവണേ ഉള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ സക്സസ് ആയിട്ടോ എനിക്ക് വേണ്ടതൊക്കെ നേടിയിട്ടോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മടി പിടിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വേർഡോ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ അവർക്കൊരു ഫയറോ ഒരു സ്പാർക്കോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ അത് നല്ലതാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. വേറൊരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും വേണം, എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിൻ്റെ ഇവൻറ്റ്സിനൊക്കെ പോണതൊക്കെയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത്, എന്താണോ നേടേണ്ടത്, അത് നിങ്ങൾക്ക് കിട്ടിയ പോലെ, നിങ്ങൾ ആ സാധനം വാങ്ങിയ പോലെ, നിങ്ങൾ അവിടെ എത്തിയ പോലെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കൂടി ശ്രമിക്കുക. മടി ഉണ്ടാവും, മടി വരും, അതൊക്കെ നോർമലാണ്, നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യണം, അത് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ തോട്ട് നമ്മുടെ ഉള്ളിൽ വരും, എത്ര മടി ഉണ്ടെങ്കിലും. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം, ആ തോട്ട് മൈൻഡിൽ വരണ ആ മൊമെൻറ്റിൽ, ആ സെക്കൻഡിൽ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പൊക്കോളും. അമേരിക്കൻ എഞ്ചിനീയർ ആയിട്ടുള്ള മാർട്ടിൻ കൂപ്പർ ഇന്ന് എനിക്കിപ്പോൾ വയ്യ, നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവുമോ? ടെലിഫോൺ കണ്ടുപിടിച്ചത് മൂപ്പരാണ്. അതുപോലെ തന്നെ തോമസ് എഡിസൺ എനിക്കിപ്പോൾ ഇന്നൊരു മൂടില്ല, നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും മടി പിടിച്ചിട്ട് വെറുതെ ഇരുന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലേറ്റ് ഇട്ടാൽ കത്തണ ബൾബ് നമുക്ക് കിട്ടുമായിരുന്നോ? പലരും പലരുടെ മടി മാറ്റി വെച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്, പല വലിയ വലിയ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് വേണ്ട, നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നമ്മുടെ മടി മാറ്റി വെച്ചുകൂടെ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ മടിയന്മാരും മടിയെത്തികളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് പോവാണ്ട് ഈ മൊമെൻറ്റിൽ എണീറ്റിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആ കിടക്കണ അവിടെ നിന്ന് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഇരിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മടിയില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.